നമസ്കാരം. നക്ഷത്രപ്പിറവിയിലേക്ക് സ്വാഗതം. മോഹൻലാലിന്റെ സിനിമാ പ്രവേശത്തിന്റെ ഓർമ്മകളിലൂടെയാണ് നക്ഷത്രപ്പിറവിയുടെ ഈ ലക്കവും സഞ്ചരിക്കുന്നത്. മുഖ്യധാര മലയാള സിനിമയിൽ ഭാവുകത്വ പരിണാമത്തിന് നാന്ദി കുറിച്ച സംവിധായകനാണ് ഫാസിൽ. ആദ്യ ഗുരുവിന് ഹൃദയം കൊണ്ട് പ്രണാമം അർപ്പിക്കുകയാണ് മോഹൻലാൽ. ഇന്നും തുടരുന്ന സർഗസമ്പന്നമായ സൗഹൃദത്തെക്കുറിച്ച് പറയുന്നു ഫാസിൽ. പുസ്തകത്തിൽ താങ്കൾ തന്നെ എഴുതിയിട്ടുണ്ട്, മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി അന്നോളം ഇല്ലാത്ത വിധം സൂക്ഷ്മമായി അണു അളന്നാണ് മോഹൻലാൽ ഡോക്ടർ സണ്ണിയെ ഉൾക്കൊണ്ടത് എന്ന്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഡയലോഗാണത്. ആ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗയെ രക്ഷിക്കണമെങ്കിൽ നകുലനെ കൊലയ്ക്ക് കൊടുക്കണം, നകുലനെ രക്ഷിച്ചാൽ ഗംഗ ആത്മഹത്യ ചെയ്യും. രണ്ടിലൊരു മരണം അത് ഒഴിവാക്കാൻ പറ്റില്ല. അവരിലൊരാളെ നമ്മൾ മറന്ന് കളഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം. അപ്പോൾ ഇത് ലാൽ ഡയലോഗ് എടുത്ത് നോക്കി ഇത് ചെയ്തു, കുറച്ച് ഇമോഷണലായിട്ട് ഇത് ചെയ്യേണ്ടത്. അപ്പം ഞാനിത് എന്ത് ചെയ്ത്, ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാൽ ഇങ്ങനെ വന്ന് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഓരോ ഡയലോഗിനിടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് വരുന്നു. നമുക്കൊരു ഋതം ഉണ്ടല്ലോ, ഗംഗയെ രക്ഷിക്കാൻ നകുലനെ കൊലയ്ക്ക് കൊടുക്കണം, 1 2 3, അത് കഴിഞ്ഞിട്ട് അടുത്ത ഡയലോഗ് വരുമല്ലോ. ആ ഒരു താളം കുറെ കൂടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അറിയാം, അപ്പോൾ അന്ന് ഈ നമുക്ക് മോണിറ്ററിൽ കാണാൻ പറ്റത്തില്ല, രണ്ടാമത് കാണാൻ പറ്റത്തില്ല, എല്ലാ ലാബിലൊക്കെ പോയിട്ട് വരണം ആ കാലഘട്ടത്തിൽ. പക്ഷെ ഞാൻ ആ റിസ്ക് എടുത്തു, വേണ്ടോണ്ട് ഇനി ഇത് മാറ്റണ്ട, എടുത്തു കഴിഞ്ഞാൽ ആ ഇത് കിട്ടില്ല. അല്ല, പച്ചിക്കയുടെ ഇടപെടൽ തന്നെയാണ് അതിന് കാര്യം. അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, അല്ലേ, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളുകളെ ഉണ്ടാക്കുക. പിന്നെ അതിൽ അദ്ദേഹം പറയുന്ന ഡയലോഗ്സ് എല്ലാം ഒരു ആക്ടറെ ഹെൽപ്പ് ചെയ്യുന്നത് ആ സ്ഥലം, ആ ലൊക്കേഷൻ, അല്ലേ, കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, അദ്ദേഹം എന്താണ് പറയുന്നത്. ആ സമയത്ത് ഏറ്റവും എന്താ പറയേണ്ടത്, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് ഇയാൾ ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. അതൊരു പക്ഷേ ഞാനല്ലാതെ ആര് പറഞ്ഞാലും ആ സമയത്ത് അതുപോലെ തന്നെ ആയിരിക്കാം സംഭവിക്കുന്നത്. ഞാൻ അറിയാവുന്ന ഭാഷ്യത്തിൽ പറഞ്ഞു. പിന്നെ തികച്ചും പാച്ചിക്ക ഒരു സ്റ്റോറി ടെല്ലറാണ്. നമ്മുടെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവാണ്. ഇപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായാലും മാമാട്ടി കുട്ടിയമ്മ, മൂക്കത്ത ദൂരത്ത് കണ്ണെന്നിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഹരികൃഷ്ണൻസ്, മണിച്ചിത്രത്താഴ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അതുപോലെ വിസ്മയത്തുമ്പത്ത്, അതിലെല്ലാം ഒരു പ്രത്യേകതയുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. അദ്ദേഹം പറയുന്ന രീതി, ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഷോട്ടുകൾ എടുക്കാനും മോർ ദാൻ ഗിമിക്സ്, അദ്ദേഹത്തിന് ഈ പ്രേക്ഷകരിലേക്ക് ആ കഥ എങ്ങനെ എത്തിച്ചു കൊടുക്കണം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ തികച്ചും അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും ആ സിറ്റുവേഷനും തന്നെയാണ് ഒരു ആക്ടറെ മുകളിലോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ാൽ നാഗവല്ലി പുറത്തു വരുമോ, ഗംഗയിൽ നിന്ന് നാഗവല്ലി പുറത്തു വരുമോ എന്ന് അറിയണം. അങ്ങനെ പ്രകോപിപ്പിക്കുന്നു. പക്ഷേ എന്താണ് ഈ ചിലതൊക്കെ ഒറിജിനൽ അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ ഞാനും ഗവേഷണമൊക്കെ കുറേ നടത്തിയതാണ്. ഗംഗ പറഞ്ഞു, അവസാനം പറഞ്ഞ് പ്രകോപിപ്പിക്കുകയാണ്. ഗംഗയ്ക്ക് ഒരു ചുക്കും അറിയില്ല. അപ്പോഴാണ് എനിക്കോ എന്നും പറഞ്ഞ് ആ രോഗി കണ്ണിൽ വന്നു. അപ്പോൾ ലാൽ ആ രോഗിയെ വിലയിരുത്താൻ വേണ്ടി പെടലി ഒന്ന് ചരിക്കുന്നു, അതെല്ലാം അങ്ങനെ ഇടക്ക നമ്മൾ തട്ടി പോകുന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ലാലിൻ്റെ സട്ടിലിറ്റീസ് ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ ഫ്ലാറ്റ് കണ്ണത്രയൊന്നും നോട്ട് ചെയ്തിട്ടില്ല. ലാൽ ശോഭനയെ അങ്ങോട്ട് വിടുന്നു, അപ്പോഴത്തേക്കും നകുലം വരുന്നു. ആ പെണ്ണിൻ്റെ അടുത്തോട്ട് ഇപ്പോൾ ഹസ്ബൻഡിനെ വിടരുത്, ആ കണ്ണിൽ നാഗവല്ലിയുടെ അംശം ഇപ്പോഴും കിടക്കുകയാണ്, ഇനി എന്നെ ഒന്ന് കൊണ്ടുപോയിടാവുകയെ, ഇവരുടെയൊക്കെ വയ്യാറില്ല, മത്തായിക്കുട്ടി വരാണെന്നൊക്കെ പറയുന്നു. അതായിട്ട് അവരും പോയി കഴിയുമ്പോഴാണ് ഇത് എന്തൊരു രോഗമാണ്, ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു സംഭവമൊക്കെ അത് അളന്നു തൂക്കി. കുട്ടിയുടെ സ്വഭാവം പതുക്കെ മാറുന്നതായിട്ട് ഡോക്ടർ സണ്ണിക്ക് തോന്നി. ആ ഒരു മൊമെൻറ്റിലാണ് അയാൾ റിയലൈസ് ചെയ്യുന്നത് അവരൊരു കുറച്ച് ഡീറെയിൽഡാണ്, ഡിസോറിയൻറ്റഡ് ആണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ സിനിമകളൊക്കെ കാണുമ്പോൾ പ്രേക്ഷകരെ അത് 3-4 ദിവസങ്ങളിൽ ഹോണ്ട് ചെയ്യാറുണ്ട്. അപ്പം സാറിന് അതൊരു തരത്തിലും ആ രീതിക്ക് അത് കൊണ്ടുപോയിട്ടില്ലേ? ഇല്ല, ഇത് പലപ്പോഴായിട്ട് പല സമയത്തായിട്ട് ഷൂട്ട് ചെയ്യുകയും പല സമയത്തായിട്ട് ഡബ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സിനിമയല്ലേ. പിന്നെ അതിൻ്റെ പുറകെ പോകാൻ പാടില്ല എന്നാണ്. അതിൻ്റെ പുറകെ പോവില്ലേ. നമ്മളൊരു സിനിമ കഴിഞ്ഞാൽ ആ കഥാപാത്രം നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പോയി. അപ്പം അല്ലാതെ ഇപ്പം ആ സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് മെമ്മറീസോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കാണുമ്പോൾ മറ്റുള്ളവരെ ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു 100 പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ ഓരോ സമയത്തും എൻ്റെ മ്യൂസിക് കൊടുക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിനായിരിക്കാം, എഫക്ട്സ് കൊടുക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ആ സീൻ വേണോ വേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം കാണുകയും ഒരുപാട് ആ സിനിമയായിട്ട് ബന്ധവും ഉണ്ടാകുന്ന ഒരാളാണ് ഡയറക്ടർ. അപ്പോൾ ഒരു പക്ഷേ ഒരു ആക്ടറിനെക്കാട്ടിലും കൂടുതൽ
ഒരു സിനിമയെ ഫീൽ ചെയ്യാൻ പറ്റിയത് ഡയറക്ടർക്കാണ്. അതുകൊണ്ടാണ് അവർ എഴുതുകയും അതുകൊണ്ടാണ് അവർ ഡയറക്ടറാവുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തെ ഏറ്റവും എഴുതുന്ന സമയത്തൊക്കെ ഒരുപാട് മോഹിപ്പിച്ചിട്ടുള്ള സിനിമയാണ് വിസ്മയത്തുമ്പത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് ആ രീതിയിൽ പ്രേക്ഷകർ അതിനെ ഏറ്റെടുത്തില്ല. അന്ന് അതിപ്പോഴും ദുഃഖമായി നിൽക്കുന്നു. അത്രയും നല്ലൊരു തീം ജനങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കാത്തപ്പോൾ അത്തരം ഹിറ്റ്സ് ആൻഡ് ഫ്ലോപ്സ് ഒക്കെ സാറിനെ ഏത് രീതിയിലെങ്കിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനതാ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഡയറക്ടറെയാണ്. ആയിരിക്കും. എന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞു, ഞാൻ അടുത്ത സിനിമയിലേക്ക് പോയി. ഞാൻ ഇപ്പം ഒരു പുതിയ വെളിപാടിൻ്റെ പുസ്തകം കഴിഞ്ഞ് ഞാൻ അടുത്ത ഒടിയൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് പോവാണ്. പക്ഷേ ഫാസിനെ സംബന്ധിച്ചോളം ആ സിനിമ അദ്ദേഹം അത്രയും ഭയങ്കരമായിട്ട് കൺസീവ് ചെയ്യുകയും അത് ഷൂട്ട് ചെയ്യുകയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. നമുക്കതിലൊരു സിനിമ നന്നാകാത്തതിൽ ദുഃഖമില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ദുഃഖം ഉണ്ടായിട്ടും കാര്യമില്ല ഒരു ആക്ടറെ സംബന്ധിച്ചോളം. വി കനോട്ട് കറക്റ്റ്. ഒരു പക്ഷേ പാച്ചിക്കയ്ക്ക് അടുത്ത ഒരു സ്റ്റോറി എഴുതുമ്പോൾ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെ പാടില്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആകാം എന്ന് വേണമെങ്കിൽ ഒരു ധാരണയിലേക്ക് വരാം. പക്ഷെ ഒരു ആക്ടറെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് കഴിഞ്ഞു. അത് ആ സിനിമ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലും അതിനെ എഫക്റ്റ് ചെയ്യുന്ന റൈറ്റർ ഡയറക്ടറാണ്. ഒന്നാമത് പാച്ചിക്കൊക്കെ റൈറ്റർ ഡയറക്ടേഴ്സാണ്. അയാൾ അദ്ദേഹം തന്നെ ഒരു കഥയുണ്ടാക്കി, അതിന് തിരക്കഥ എഴുതി, ഒരുപാട് പ്രാവശ്യം അതിൻ്റെ ഡയലോഗുകൾ പറഞ്ഞു നോക്കി, അതിലെ ആക്ടേഴ്സിനെ അഭിനയിച്ച് കാണിക്കുന്നത്. അങ്ങനെ വളരെ കുറച്ച് പേര് അങ്ങനെ ചെയ്യാറുള്ളൂ. പച്ചയ്ക്ക് ആ ഒരു സീൻ വേണമെങ്കിൽ ഇമോട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. നീ അറിയുന്നില്ല, യു ആർ എ സൂപ്പർ നാച്ചുറൽ ഫോഴ്സ്. ആ നിനക്ക് ഇത്രയും നാൾ തേടി അലഞ്ഞ സ്വന്തം ശരീരത്തിലേക്ക് പോകാനാവില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനാവില്ല. പറ, എന്താണ് ആ നിസ്സാരമായ തടസ്സം? ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ നോക്കത്താ ദൂരത്താകട്ടെ, മൺചിത്രത്താഴ്, പിന്നീട് അങ്ങ് വന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഒക്കെ ആ സിനിമകളിലൊക്കെ ആണെങ്കിലും മോഹൻലാലായിട്ട് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ മനസ്സിലങ്ങനെ ഒരുപാട് ഗൃഹാതുരതയോടെ ഓർക്കുന്ന ഒരു പാട്ട് ഏതാണ്? നമ്മൾ തോക്കുന്നിടമാണ് നമുക്ക് പ്രിയങ്കരമാകുന്നത്. നമ്മൾ തോക്കുന്നിടം പഴന്തമിഴ് പാട്ട് എന്നെ തേടി വന്നതാണ്. അത് ചുമ്മാ അവർ എഴുതിയതാണ്. അത് തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ട് മൺചിത്രത്താഴിൽ ഒരു മുறை വന്ന് പാരായെന്ന സംഭവമില്ലേ, അതിന് പകരം എഴുതി വെച്ചിരുന്നതാണ്. ആ സന്ദർഭം കൊടുത്ത് എഴുതിയതാണ്. ആ സന്ദർഭത്തിന് എഴുതിയതാണ്. ഒരു മുறை വന്ന് പാര അതില്ലേ, ആ രാഗത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് ഈ പാട്ട് കേട്ട് ഈ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ തൊണ്ടയിൽ നിന്ന് ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് യേശുദാസ് പാടണം, ഇതിന് സിറ്റുവേഷൻ വേണം, സിറ്റുവേഷൻ ഉണ്ടാകുന്നതെല്ലാം വിത്തിൻ നോ ടൈം അതെല്ലാം കൂടെ ഉണ്ടാകുന്നു. അത് ഞാൻ പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ആ രാഗത്തിൽ തന്നെ എനിക്കൊന്ന് ഉണ്ടാക്കിത്താ. പഴന്തമിഴ് പാട്ടിഴയും ഒരു മുறை വന്ന് ആ സെയിമാണ്. അപ്പോൾ അതിന് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഈ പാട്ട് കേൾക്കുന്നുണ്ട്. ഈ രാവിലെയും ഒക്കെ രാത്രി കാലങ്ങളിൽ ഇത് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടറിന് ആ പാട്ട് വേറൊരു ഭാവത്തിൽ പാടിയാൽ ഈ ഗംഗയിലെ റിയാക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ടായിട്ട് ഞാനിതിനെ മാറ്റി. നിങ്ങൾ ആ പാട്ടിന് കേട്ടാൽ കൂടെ ഒരു കാര്യം അറിയാം, ആ ലിറിക്സ് തന്നെ അട്രാക്റ്റ് ചെയ്തു. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി, വിധുരയാമി വീണ പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പം ഞാൻ ലാലിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ലാലെ ഈ വിധുരയാമി വീണ പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം, അതായത് ആ വീണുപോയ പൂവ് ശോഭനയാണ്. ആ പൂവിൻ്റെ ഇതളറിഞ്ഞ ആ രോഗാവസ്ഥ അറിഞ്ഞ നൊമ്പരമാണ്. അപ്പോൾ ആ ലൈൻ പാടുമ്പോൾ ഒന്ന് ശോഭനയൊന്ന് നോക്കിയേക്കണമെന്ന് പറഞ്ഞു. കണ്ടു നോക്കൂ, ഗംഭീരമായിട്ടാണ് ലാല ഒരു നോട്ടം നോക്കുന്നത്. ഭയങ്കര ഡാഷിങ് ആയിട്ടൊരു പെണ്ണു, ആ ഭയങ്കര ശേലുള്ളൊരു പെണ്ണ്, ഒരു പിങ്ക് സാരിയൊക്കെ കൊടുത്ത് അതിങ്ങനെ ബട്ടർഫ്ലൈ പോലെ അവിടെ ഇങ്ങനെ പറയുന്നത്. ആരാണ് ഗസ്റ്റ്, ആരുടെ ഗസ്റ്റാണെന്നും അറിയില്ല. ഞാൻ ചുറ്റും നോക്കി, മോഹൻലാൽ ഇല്ല. മോഹൻലാലിൻ്റെ യാത്ര ഇതുവരെ എത്തി നിൽക്കുമ്പോൾ താങ്കൾക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഈ താങ്കളോടൊപ്പം ചെയ്ത 9 സിനിമകൾ മാറ്റി നിർത്തിയാൽ ലാലിൻ്റെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഏതാണ്? നമുക്ക് അത് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാടെണ്ണം ഉണ്ട്. ഇപ്പോൾ നമുക്ക് കിരീടമാണോ, സ്ഫടികമാണോ, ദേവാസുരമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നിരീക്ഷണമാണ്. ഞാനും നെടുമുടി വേണുമൊക്കെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭവം എന്ന് കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ പോകുന്നവരെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്, മിമിക്രി ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ നിരീക്ഷിച്ച് പോകും. ലാലിൽ ഞാൻ കണ്ടിരിക്കുന്ന സാധനം, ഞാൻ സെറ്റിൽ നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോഴും ഇങ്ങനെ കണ്ണിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. സെറ്റിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു എന്നുള്ളത് ലാലിന് തിട്ടമാണ്, വളരെ തിട്ടമാണ്.
ഒരിക്കൽ ഹരികൃഷ്ണൻസിൻ്റെ ഷൂട്ടിങ്ങിനിടയ്ക്ക് കൊടൈക്കനാലിലാണ്. അപ്പോൾ ഞാനിങ്ങനെ സംഭാഷണ മധ്യേ ഞാൻ പറഞ്ഞു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരോ കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട്, ഫാമിലിയായിട്ട് ഷൂട്ടിംഗ് കാണണമെന്ന് പറഞ്ഞ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതങ്ങ് പോയി. ഒരു 2 hours കഴിഞ്ഞ് ലാല് ടച്ചപ്പ് എന്തോ ചെയ്യുക. ഈ ടച്ചപ്പ് ചെയ്തിട്ട് ഞാൻ അടുത്തും കണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ടച്ചപ്പ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളിയുടെ കണ്ണിങ്ങനെ ദൂരേക്ക് പോകുന്ന കാണാം. അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് നോക്കി തന്നെ പച്ചിക്ക, എന്നെ പച്ചിക്ക എന്നുള്ള വിളിക്കുന്നത്. പച്ചിക്ക അതാണ് ആ ഗസ്റ്റ്, 1 kilometer അപ്പുറം നിൽക്കുക. അപ്പോൾ ഇത് പുള്ളി ഒപ്പിയെടുക്കുകയാണ്. എന്നിട്ട് പിന്നെയും ഒരു സംഭവം സുജിക്ക് അപ്പോൾ കേൾക്കാൻ പാടില്ലാത്തതാണത്. അത് ഹരികൃഷ്ണൻസിൻ്റെ ഷൂട്ടിങ് തന്നെ. ഷൂട്ടിങ് ഒരു വലിയ വീട്ടിനകത്ത് നടക്കുക. വീട്ടിനകത്ത് നടന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഡാഷിങ് ആയിട്ടുള്ളൊരു പെണ്ണ് വന്നു. കാണാൻ ഭയങ്കര ശേലുള്ളൊരു പെണ്ണ്, ഒരു പിങ്ക് സാരിയൊക്കെ കൊടുത്ത് അതിങ്ങനെ ബട്ടർഫ്ലൈ പോലെ അവിടെ ഇങ്ങനെ പറഞ്ഞു. ആരാണ് ഗസ്റ്റ്, ആരുടെ ഗസ്റ്റാണെന്നും അറിയില്ല. ഞാൻ ചുറ്റും നോക്കി, മോഹൻലാലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ലാലിന് കാണാൻ പറ്റിയില്ലല്ലോ. കവിതയാണല്ലോ, പുള്ളിക്ക് കവിത ഇഷ്ടമാണ്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇപ്പം എന്നെ കാണുന്നില്ല. അപ്പോൾ പിന്നെ വന്നോണ്ട് ഞാൻ പറഞ്ഞു, ലാലിന് സംഗതി മിസ്സായി, ഒരു പെണ്ണൂടെ വന്നിരുന്നെന്ന് പറഞ്ഞു. ആ പിങ്ക് സാരി ഇടുന്നതല്ലേ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് കണ്ടു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ നിരീക്ഷണം എന്നുള്ളത്, അപ്പോൾ ഈ നിരീക്ഷിക്കുമ്പം ഓരോരുത്തരുടെ ഭാവം, ഇപ്പം ലാലൊരു സിനിമ കണ്ടാലോ ഒരു പ്രസംഗം കേട്ടാലോ എന്തൊക്കെ വിധത്തിൽ കൈ പോകുന്നു, ഏതൊക്കെ മോഡുലേഷൻ വരുന്നു എന്നുള്ളത് മനഃപൂർവ്വമല്ല. പക്ഷെ അത് ലാലിൻ്റെ എവിടെയോ അത് ചെന്ന് ചേരുന്നുണ്ട്. ആ ചേരുന്നത് അത് കമ്പ്യൂട്ടറിൽ അവിടെ കിടന്ന് വികസിച്ചിട്ട് ലാൽ അഭിനയിക്കാൻ നിൽക്കുമ്പം അതിങ്ങി വരികയാണ്, ലാല് പോലും അറിയാതെ. ഇപ്പം ദേവാസുരത്തിലെ നീലകണ്ഠൻ എന്ന് പറയുന്ന ക്യാരക്ടർ ലാൽ എവിടെയോ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചേഷ്ടകൾ ആ ഒബ്സർവേഷനിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണ്. അത് ഒരു ആക്ടർ എന്ന നിലയിൽ പുള്ളി കുറേയൊക്കെ ഡെവലപ്പ് ചെയ്തതും പ്രൊഫഷനോടുള്ളൊരു പാഷൻ കൂടെ ആയിരിക്കണം അത് ചിലപ്പോൾ. അങ്ങനെ പ്രൊഫഷനോട് പാഷനുള്ളവരൊന്നും ഫെയിലിയർ ആവില്ല. ദാനം കൊടുത്ത് മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ ദയായിരുന്നു എന്നറിയുമ്പോൾ ഇതെന്റെ മരണമാണ്, മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം. പക്ഷേ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുവരുള്ള പെർഫോമൻസാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം മോഹൻലാൽ MGR ആയിട്ട് അഭിനയിക്കുന്നു എന്നുള്ളത് എനിക്കങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെയാകും എന്നുള്ള ഒരു സംഭവം. അപ്പോൾ പക്ഷേ ആ പടം കണ്ടു കഴിഞ്ഞപ്പം എന്തോ പരകായ പ്രവേശം എന്നൊക്കെ പറയുന്നില്ലേ. അല്ല, MGR എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥ പിൽക്കാലത്താണ് MGRൻ്റെ കഥയായിട്ട് മാറിയത്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെയും ഒരു മിമിക്രി പോലെ ചെയ്യുന്നതല്ല. അദ്ദേഹത്തിൻ്റെ വളരെ വെരി പേഴ്സണൽ ലൈഫായിരുന്നു. അല്ലാതെ അതിൽ സിനിമ ഷൂട്ടിംഗ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലാണ് അത്. അങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അത് ആ സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ പണ്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ കുറച്ച് ചുരുക്കം പേര് എന്നോട് പറയുന്നത് നിങ്ങളുടെ ഒരുപാട് ചലനങ്ങൾക്ക് സാമ്യമുണ്ടായിരുന്നു എന്നാണ്. അതൊരു ഭാഗ്യം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്, അത് ആരും കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. അതിപ്പോൾ പെട്ടെന്ന് ഓടുന്നത്, അല്ലെങ്കിൽ അധികരിക്കുന്നത്, ഒരു കർച്ചീഫ് പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതൊക്കെ ഉണ്ടാകുന്ന ഒരുപാട്. ഇതുവരെ 1980 തുടങ്ങിയ സൗഹൃദമാണ് ഇപ്പോൾ 2017 വന്ന് നിൽക്കുമ്പോൾ ഫാസിലിൻ്റെ ഫാമിലിയിൽ നിന്ന് പിന്നീട് നടനുണ്ടായി, ഫഹദ് എന്ന വലിയ നടനുണ്ടാകുന്നു. അപ്പോൾ അത്രയും ചർച്ചകളൊക്കെ നിങ്ങൾക്ക് തമ്മിലുണ്ടാകാറുണ്ടോ, സിനിമ സംബന്ധിച്ച ചർച്ചകൾ? തീർച്ചയായിട്ടും ഫഹദ് അഭിനയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് ചോദിച്ചു ഇയാൾ ആക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ കാണിച്ചു. നമുക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഒരാളെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആക്ടറായിട്ട് മാറി. കാര്യം ഒരു ജനറ്റിക് അല്ലെങ്കിൽ പച്ചിക്ക നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്, ഒരുപാട് മിമിക്രി ചെയ്യുന്ന ആളാണ്, ഒരുപാട് നന്മയുള്ള മനുഷ്യനാണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മകന് ആ ഒരു ആക്ടിങ് എന്ന് പറയുന്ന കാര്യം ഒരു കോമൺ സെൻസ് ഉള്ള ആളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ നോക്കുമ്പം ഫഹദ് ഒരു ബ്രില്യൻ്റ് ആക്ടർ ആകാൻ സാധ്യതയുണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിച്ചു. അതിന് ഈശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നു. സാറിൻ്റെ സമകാലികരും സാറിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ജനങ്ങൾ മുഴുവൻ സംസാരിക്കുന്ന ഒരു സിനിമ എടുത്തിട്ട് ആലപ്പുഴയിലെ വീട്ടിൽ വന്ന് മിണ്ടാതിരിക്കും, സിനിമയുടെ ബഹളങ്ങളിലേക്കൊന്നും പോവാതെ. അങ്ങനെ ഒരാളാണ് ഫാസിൽ എന്ന്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഇതുവരെയുള്ള വളർച്ച, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഭിനയ കൊടുമുടി കീഴടക്കി എന്ന് പറയുന്നത് നമുക്ക് പറയാം, ആ ഒരു അവസ്ഥയിൽ മോഹൻലാൽ നിൽക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളത്? അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുവന്നൊരു സംവിധായകൻ എന്ന നിലയിൽ. അങ്ങനെ കറക്റ്റായിട്ടുള്ള റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു, കറക്റ്റായിട്ടുള്ള റൂട്ടിൽ പ്ലാൻ ചെയ്യുന്നു, പ്രൊഫഷനോട്
ആത്മാർത്ഥതയുണ്ട്, സിനിമയുടെ ആത്മാർത്ഥതയുണ്ട്, സിനിമയിൽ ആൾക്കാരോടൊക്കെ പെരുമാറുന്നതിലും അന്തസ്സുണ്ട്, ആത്മാർത്ഥതയുണ്ട്. എല്ലാ വിധത്തിലും ഒരു മാതൃകയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേരുടെ പ്രൈവറ്റ് ലൈഫ് മറ്റുള്ള ആരും ഇടപെടാറില്ല, ബിസിനസ്സോ മറ്റേതോ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല, അദ്ദേഹം മറ്റു കാര്യങ്ങളിൽ ഇടപെടാറില്ല. സെറ്റിൽ അദ്ദേഹമായിട്ട് ഇപ്പോൾ സെറ്റ് എന്ന് പറയുന്നത്, സിനിമ സെറ്റ് എന്ന് പറയുന്നത് ഹാർമണിക്കാണ്. ഇപ്പം ഞാൻ ഡയറക്ടറാണ്, എനിക്ക് പ്രൊഡ്യൂസറുമായിട്ടൊരു ഹാർമണി ഇല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടത് സിനിമയിലെ പലരെയും ബാധിക്കും, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ ഒരു ആക്ടർ, അത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും, ഈ ഹാർമണി കൊണ്ടുപോവുക എന്നുള്ളതാണ് സിനിമയുടെ സക്സസ്. ഒരു ഡയറക്ടറാണെങ്കിലും ആക്ടറാണ്. ഇപ്പം മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സെറ്റിൽ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, മോഹൻലാൽ റെസ്പെക്റ്റ് ചെയ്യേണ്ട സംവിധായകർ വളരെ കുറവേ ഉള്ളൂ ഇപ്പം. അപ്പം മോഹൻലാലിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട സംവിധായകരാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പം മോഹൻലാലിൻ്റെ ഒരു സെറ്റിലോട്ട് വരുമ്പോൾ എല്ലാവരും ചടലമായിട്ട് എഴുന്നേറ്റ് നിൽക്കും. അങ്ങർക്ക് എന്ത് അഹന്ത വേണമെങ്കിലും അവിടെ കാണിക്കാം. നമ്മുടെ ശ്രീനിവാസൻ ഉദയനാണ് താരത്തിലൊക്കെ കാണിക്കുന്ന അഹന്തയൊക്കെ അതിനപ്പുറം കാണിക്കാം. പക്ഷേ ഇവരൊന്നും ഇത് ചെയ്യാറില്ല. ഇവരൊക്കെ ഇവരുടെ പിന്നെ ഫാമിലി ഹാർമണി കൂട്ടിക്കൊണ്ട്, അത് അവരുടെ തിങ്കിങ്. മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെയാണ് തിങ്കിങ്. ദർ ഇൻ്റലിജൻറ്റ് പീപ്പിൾ. അപ്പോൾ കയറി ഇനി ഒരു അഭിപ്രായം ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പറയുന്നത് ശരിയല്ല. ലെറ്റ് ദം ഗോ ലൈക്ക് ദാറ്റ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ജയപരാജയങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്തരം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ പല വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ ഒരു സുഹൃത്തെന്ന രീതിയിൽ ഇടപെടാറുണ്ടോ? അല്ല, അങ്ങനെ ഒരു സംഭവത്തിനകത്തായിട്ട് എനിക്ക് വരേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇതിലേക്ക് എനിക്ക് വരേണ്ടി വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഹരികൃഷ്ണൻ സെറ്റില്ലേ മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ച് ഐ വാസ് നോട്ട് അറ്റ് ആൾ കോൺഷ്യസ്. ഇവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തങ്ങ് പോയി. അപ്പോൾ അവർ കംഫർട്ടബിളായിരുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് ഇപ്പം പിന്നെ ഈ ക്യൂ നിന്നാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ഉണ്ടായി. അപ്പോൾ ഞാൻ ലാലെ അത് അങ്ങനെ പറയണ്ടായിരുന്നു. അതൊക്കെ എന്നെ കിട്ടത്തില്ല അങ്ങനെയൊക്കെ ചോദിക്കാൻ, അതിൻ്റെ ആവശ്യമില്ല. ഈസ് ഗോയിങ് കറക്റ്റ് പാത്തിൽ പോവാണ്, പൊക്കോട്ടെ. പക്ഷേ ഫ്ലോപ്പ് പടങ്ങൾ ചെയ്യേണ്ടി വരും. ആരാണെങ്കിലും സിനിമയിൽ ആരാണെങ്കിലും നമ്മൾ എത്ര കെയർഫുള്ളാണെങ്കിലും ഈ പടം 100% ഓടുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ എടുത്ത പടങ്ങളിൽ ചില പടങ്ങളിൽ 1-2 സ്വിച്ചുകൾ ഓഫാകുമ്പോൾ പടം പൊട്ടിപ്പോവും. എനിക്ക് വളരെ പ്രിയപ്പെട്ട 2 പടമായിരുന്നു മാനത്തെ വെള്ളിത്തേരും വിസ്മയത്തുമ്പത്തും. അതൊരു കൺസെപ്റ്റും നല്ലതായിരുന്നു, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. പക്ഷേ എവിടെയോ 2 സ്വിച്ച് ഓഫായിപ്പോയി. ആ സ്വിച്ച് മുൻകൂട്ടി കാണാൻ പറ്റുമെങ്കിൽ എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആവില്ലേ? നമ്മൾ ശ്രമിക്കും, പക്ഷെ കണ്ടു കഴിയുമ്പോഴാണ് ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് വിടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഖേദമുണ്ടാകും. ലാലേട്ടനെ അഭിനയം കണ്ടപ്പോൾ ഫാസിലിന് തോന്നിയത് ഒരു ഉളുപ്പില്ലാതെ അഭിനയിക്കുന്നു എന്നുള്ളതായിരുന്നു. ഫഹദിൻ്റെ അഭിനയം കണ്ട് പലരും പറഞ്ഞതും അതായിരുന്നു. അപ്പം ഫാസിൽ പറയും ആ വാക്കാണ് രണ്ടുപേരും കണക്ട് ചെയ്തത്. കാരണം ആദ്യമേ ഒരു ഫസ്റ്റ് തോട്ടതാണ് അഭിനയം കണ്ടപ്പോൾ എന്ന്. നമുക്കൊരു ഇൻഹിബിഷൻ ഉണ്ടാകാൻ പാടില്ല അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 500-1000 പേര് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് ഒരു ഭയങ്കര ഇമോഷണൽ സീൻ അഭിനയിക്കുന്നത്. നമുക്കിപ്പോൾ റോഡിൽ നിന്നും പെട്ടെന്നല്ലേ ഒരു സ്ഥലത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന്, അപ്പോൾ എല്ലാം ചുറ്റിനും ആൾക്കാരും ഒക്കെ നിൽക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയലോഗ് പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗാനം പാടേണ്ടത്, അല്ലെങ്കിൽ കാമുകയെടുത്ത് തൻ്റെ പ്രണയം അറിയിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ നാണമില്ലാതാകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ചുറ്റിനും വേറെ ഒന്നുമില്ല, ക്യാമറയും ഇല്ല, ഒന്നുമില്ല, ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അത് അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ ഒരുപാട് ഈ 16 ദിവസം കണ്ട് പാച്ചിക്ക എനിക്ക് തന്നിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് തന്ന ധൈര്യം തന്നെയാണ് ഈ 38 വർഷമായിട്ട് എന്നെ കൊണ്ട് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഗുരുത്വമായിട്ട് ഞാൻ കാണുന്നു. മോഹൻലാലിന്റെ സിനിമാ പ്രവേശത്തെക്കുറിച്ചുള്ള നക്ഷത്രപ്പിറവിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു കലാനക്ഷത്രത്തിന്റെ പിറവിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം. ഒപ്പം അഭിനയിക്കുന്ന ഇപ്പോൾ ദിലീപേട്ടനാണെങ്കിലും മനോജേട്ടനാണെങ്കിലും ശാരദ ചേച്ചി, അങ്ങനെ എത്ര വർഗീസേട്ടൻ, ബിന്ദു ചേച്ചി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ എത്രയോ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ